അസ്സലാമു എല്ലാവർക്കും ജാസ്മിസ് ഹോം വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ അതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഈ ഒരു ടീ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് 200 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ മധുരത്തെ ബാലൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏതൊരു മധുരം തയ്യാറാക്കുകയാണെങ്കിലും അതിലൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു സ്റ്റെയിനർ വെച്ചിട്ട് ഇതൊന്ന് തരിച്ചെടുക്കണം. നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ ചെറിയ കട്ടകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതേപോലെ തരിച്ചെടുക്കുന്നത്. ഒരു പ്രാവശ്യം മാത്രം തരിച്ചെടുത്താൽ മതി. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സി എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്തൊരു മിക്സി വേണം നമ്മളിതിനായിട്ട് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഇത് പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള മുട്ടയാണെങ്കിൽ ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ട് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമൊക്കെ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം മധുരമാണ് ഉള്ളത്. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കാണിക്കാം. ഞാനിവിടെ ഒരു 3 മിനിറ്റാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഞാനിതിവിടെ 3 മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പാടില്ല. മാക്സിമം 1 മിനിറ്റ് മാത്രം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കരുത്. ആദ്യം പകുതി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ നമ്മൾ ഓവർ സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അതേപോലെ ഒരുപാട് സമയം നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഒരു കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ അതിനുള്ളിൽ വലിയ വലിയ കുഴികളായിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരേ അളവിൽ 2 പാത്രത്തിലേക്കും ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ബൗളിലേക്കും ഈ ഒരു ബാറ്റർ ഈക്വലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബൗളിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ഭാഗവും മിക്സ് ചെയ്യുന്ന ഭാഗമൊക്കെ ഈ ഒരു വീഡിയോയിൽ നിന്നും സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി ഞാനിതിലേക്ക് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഓയിൽ ചേർത്ത് നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു സമയത്ത് എന്നോട് വിട്ടുപോയതാണ്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ബൗളിലും 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മിക്സിയിലേക്ക് 1/2 ടീസ്പൂൺ നേരിട്ടങ്ങ് ഒഴിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ബാറ്ററും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കേക്ക് ടിന്നല്ല, ഇതൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലും അലൂമിനിയം ഫോയിൽ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഞാൻ നമ്മുടെ ബ്രെഡിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കാം. ഇനി നമുക്ക് ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് 2 ബാറ്ററും ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ സെൻറ്ററിൽ കാർഡ്ബോർഡ് വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു കട്ടിയുള്ള അതേപോലെ കുറച്ചൊരു വെയിറ്റുള്ള കാർഡ്ബോർഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കാർഡ്ബോർഡ് നീങ്ങി പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ ബാറ്റർ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത ആ ഒരു മിക്സ് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യം വെച്ച ആ ഒരു ബാറ്റർ പെട്ടെന്ന് തന്നെ നീങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കൊക്കോ പൗഡർ ചേർത്ത് രണ്ടാമത്തെ മിക്സ് കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു കാർഡ്ബോർഡ് നീങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട്. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കൊട്ടി കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് ഈ ഒരു ടിന്ന് ഇറങ്ങാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടിയിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ഇവിടെ നന്നായിട്ട് പ്രീ ഹീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ബാറ്റർ വെച്ച് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ സൈഡ് ഭാഗമൊക്കെ ആയിരിക്കും നന്നായിട്ട് പൊങ്ങി വരുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 200 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊരു 30 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ നിങ്ങൾ 250 ml കപ്പിലൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ ഒരു 40 മിനിറ്റൊക്കെ എടുക്കും. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ ഒരു ബേക്കിംഗ് ടൈമൊക്കെ മാറ്റം വരും. അതേപോലെ നമ്മൾ എടുക്കുന്ന പാത്രത്തിന് എന്തെങ്കിലും ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും പേപ്പർ വെച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ചെയ്യണം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ബേക്ക് ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. കുത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിക്കുമേലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കുമേലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് പുറത്തോട്ടെടുക്കാം. കേക്ക് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് പുറത്തോട്ടെടുത്ത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്കൊക്കെ പുറത്തോട്ടെടുത്ത് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള ഈ ഒരു പൊങ്ങി വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ തന്നെ കഴിക്കാനും വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ 2 കേക്കിൻ്റെയും മുകളിലുള്ള ആ ഒരു പൊങ്ങി വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഭാഗം മാറ്റിയിട്ട് വെള്ളം എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു സ്റ്റിഫായിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. അതുവരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ജാമുൻ ന്യൂട്ടല്ലയൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ടീ കേക്കിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് വിപ്പിംഗ് ക്രീം തന്നെയാണ്. വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് തേച്ച് കൊടുക്കാൻ പാടില്ല. ഈ ഒരു 2 കേക്കും ഒന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കാനുള്ള പാകത്തിന് മാത്രം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്താൽ മതി. 2 കേക്കിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് കേക്ക് എടുത്തിട്ട് മറ്റേ പീസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമും ഈ ഒരു കേക്കും കൂടെ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോ പീസും നമ്മുടെ ബട്ടർ പേപ്പറിൽ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.